ഹലോ ഗൈസ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയുടെ തീമിൽ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. സോ ആക്ച്വലി ഈ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ NSVFX എന്ന് പറയുന്ന എഡിറ്ററിൻ്റെ വീഡിയോയിൽ കണ്ട ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയലാണിത്. സോ ട്യൂട്ടോറിയൽ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പായിട്ട് തന്നെ മലയാളം അറിയാത്തവർക്കായിട്ട് ദ XML ഫയൽ ഓഫ് ദ പ്രോജക്റ്റ് വിൽ ബി ദർ ഇൻ മൈ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. മടിയന്മാർക്കും കൂടിയിട്ടുള്ളതാണത്. ഓക്കെ, ഈടായിട്ട് അലൈറ്റ്മോഷനിൽ ഒരുപാട് മടിയന്മാർ ഇറങ്ങിയിട്ടുണ്ട്. നടക്കട്ടെ, എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ആദ്യം നമ്മൾ അലൈറ്റ്മോഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഞാനിവിടെ എടുക്കുന്ന റേഷ്യോ എന്ന് പറയുന്നത് 4:5 ആണ്. അതിനുശേഷം ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യാം. സോ നമുക്കൊരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മുടെ വീഡിയോ, നമ്മുടെ തീമിൽ വേണ്ട ആ ഒരു വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ ഫയലിൽ പോയിട്ട് ഒരു വീഡിയോ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. സോ ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. MM77A എന്ന് പറയുന്ന അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. ഓക്കെ, സോ ഞാനിതാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റെക്റ്റാങ്കിൾ ഇതിലോട്ട് ആഡ് ചെയ്യാം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യാം. 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രെച്ച് ടു സ്ക്രീൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ആ ഒരു ലെയർ നമ്മുടെ അടിയിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ലെയർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ടൈം ലൈനായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യാം. സോ നമുക്കിവിടെ 2 ലെയേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരു സ്ക്രീൻഷോട്ട് ഇതിലോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. സോ ഇതാണ് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത്. ഇത് എൻ്റെ തന്നെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഞാനൊരു സ്റ്റോറി ഇട്ടു, ഒരു സോങ് സെലക്ട് ചെയ്തിട്ടൊരു സ്റ്റോറി ഇട്ടു. എന്നിട്ട് ഞാൻ വേറൊരു അക്കൗണ്ടിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തു. അതാണിത്. സോ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തപ്പോൾ എനിക്ക് അടിയിലായിട്ടുള്ള ഈ സെൻഡ് മെസ്സേജൊക്കെ കിട്ടി. ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത വീഡിയോ ആണ്. അതാവുമ്പോൾ ഇപ്പോൾ നമ്മൾ സോങ് ഇടുമ്പോൾ ഇവിടെ 3 ഡോട്ട്സ് കണ്ടില്ലേ, ഈ ഒരു 3 ഡോട്ട്സ് അതിനൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി റിയാലിറ്റി ഉണ്ടാകും. നമ്മുടെ ഈ ഒരു തീം വീഡിയോക്ക് കുറച്ച് റിയാലിറ്റി ഉണ്ടാകും. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോറി ഇങ്ങനെ കഴിയും തോറും അതിനനുസരിച്ച് ഈ ഒരു ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യില്ലേ, അപ്പോൾ അതിനനുസരിച്ച് റിയാലിറ്റി കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ക്രീൻഷോട്ടാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ കുറച്ച് എളുപ്പമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ട്യൂട്ടോറിയൽ കുറച്ചും കൂടി എളുപ്പമാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മൾ ആദ്യം ഈ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എഫക്റ്റ് സെലക്ട് ചെയ്യാം, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. നമ്മൾ ഇതിലോട്ട് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യാം. എഫക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആംഗിൾ എടുത്തതിന് ശേഷം 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. ആംഗിൾ കറക്റ്റ് 90 ഡിഗ്രി സെറ്റ് ചെയ്യാം. അതിനുശേഷം സ്റ്റാർട്ടിങ് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, അത് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ ഫസ്റ്റത്തെ സ്ക്രീൻഷോട്ടിൽ ഈ ഒരു മുകളിലുള്ള ആ ഒരു നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും ആ ഒരു സോങ്ങിൻ്റെ പേരും ഉണ്ടാവണം. രണ്ടാമത്തെ സ്ക്രീൻഷോട്ടിൽ നമുക്ക് ഈ ഒരു അടിയിലുള്ള സെൻഡ് മെസ്സേജസും പിന്നെ ആ ഒരു കാര്യങ്ങളും ഉണ്ടാവണം. ഓക്കെ, സോ അതിനായിട്ടാണ് നമ്മളിത് ഡിവൈഡ് ചെയ്യുന്നത്. സോ ആദ്യം നമ്മൾ ഇതിലോട്ട് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്, വൈപ്പ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഇത് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്റ്റാർട്ട് എടുത്തിട്ട് ഇങ്ങനെ വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മുകളായിട്ട് കാണാമല്ലോ, ആ ഒരു വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കണ്ട് മാഞ്ഞ് കിട്ടും. ഓക്കെ, അതിനുശേഷം എൻഡ് എടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഒരു പ്ലീസ് ഡോണ്ട് ഗോ എന്ന് പറയുന്ന ആ ഒരു കാര്യമൊന്നും വേണ്ട. അപ്പോൾ അത്ര സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടെംപ്ലേറ്റ് മാത്രം മതി. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതുവരെ വന്നാൽ ജസ്റ്റ് നിർത്തുക. അതിനുശേഷം ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ക്രീൻഷോട്ട് ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, ലെയർ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു അടിയിലുള്ള ലെയർ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ മുകളിലുള്ള ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു വൈപ്പ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എഫക്റ്റ് സെലക്ട് ചെയ്തിട്ട് വൈപ്പ് എഫക്റ്റ് ഇതിലോട്ട് ഒന്നുകൂടി ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്, കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് എടുത്തിട്ട് ആദ്യം നമ്മളിതിൽ ആംഗിൾ 90 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതും മറക്കരുത്. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് എടുത്തിട്ട് നമുക്ക് വേണ്ടാത്ത പാർട്ടെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. സോ നമ്മുടെ ആദ്യത്തെ സ്ക്രീൻഷോട്ടിൽ ആ ഒരു സോങ്ങിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു സെൻഡ് മെസ്സേജസ് മാത്രം മതി. അതിനുശേഷം നമുക്ക് ഈ ഒരു സെൻഡ് മെസ്സേജിൻ്റെ അടിയിലായിട്ട് ഒരു വേണ്ടാത്ത കാര്യമുണ്ട്. അപ്പോൾ അത് കളയാനായിട്ട് എൻഡ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ വൈപ്പ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ആ ഒരു ടെംപ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്. സോ 2 ടെംപ്ലേറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അൺഹൈഡ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ നമുക്ക് മുകളിലുള്ള ആ ഒരു ടെംപ്ലേറ്റും അടിയിലുള്ള ടെംപ്ലേറ്റും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം. ആ 2 ടെംപ്ലേറ്റും ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോയിലോട്ട് വരാം. നമുക്ക് വേണ്ട ആ ഒരു റേഷ്യോ ആദ്യം സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
ആ ഒരു വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. സോ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഇതിലോട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം അത് എഡിറ്റ് ഷേപ്പ് ക്ലിക്ക് ചെയ്യാം, അതിൻ്റെ സൈസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പുറത്തേക്ക് പോവരുത് കേട്ടോ, നമ്മുടെ വീഡിയോയുടെ പുറത്തേക്ക് പോകാണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വൈ എടുത്തതിന് ശേഷം ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ട ഒരു റേഷ്യോ, ഇപ്പോൾ എനിക്ക് ഈ ഒരു റേഷ്യോയിൽ മതി നമ്മുടെ സ്റ്റോറി, അതുകൊണ്ട് തന്നെ ഈ ഒരു റേഷ്യോ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, സോ ഇതായിരിക്കും ഇപ്പോൾ ഈ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ വന്ന രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു റേഷ്യോ ഉണ്ടാവുക, നമ്മുടെ വീഡിയോയുടെ റേഷ്യോ ഉണ്ടാവുക, അത്ര ആവും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് അത് ജസ്റ്റ് അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് ഈ ഒരു 2 ടെംപ്ലേറ്റ് ഉണ്ടല്ലോ അത് ജസ്റ്റ് അൺഹൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ റൗണ്ടഡ് റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമ്മുടെ വീഡിയോയുടെ ജസ്റ്റ് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ടെംപ്ലേറ്റ്സിൻ്റെ അടിയിലായിട്ട് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റ് എടുത്തതിന് ശേഷം ബ്ലെൻഡിങ്ങിൽ ലൈറ്റ് ടൈം ക്ലിക്ക് ചെയ്യുക. ഇതെന്താ ബ്ലെൻഡിങ്ങിൽ ലൈറ്റ് ടൈം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നമുക്കിവിടെ ആ ഒരു 2 ടെംപ്ലേറ്റും കറക്റ്റായിട്ട് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ പോയിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് ജസ്റ്റ് നമുക്ക് വേണ്ട ആ ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാനില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ലോ ക്വാളിറ്റി പ്രിവ്യൂ എനേബിൾ അല്ലല്ലോ, കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ജസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ചെയ്യാം. ഓക്കെ, മുകളിലത്തെ ഓക്കെ, സോ അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ 1 ഉണ്ടല്ലോ അത് മുകളിലോട്ട് കൊണ്ടുവരാം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു ലെയേഴ്സിൽ ഇപ്പോൾ റൗണ്ടഡ് റെക്റ്റാങ്കിളും ഉണ്ട്, 2 സ്ക്രീൻഷോട്ടും ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഉണ്ട്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജും ഉണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കുറച്ച് ലൈറ്റേൺ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്, കുറച്ചുകൂടിയും കൺഫ്യൂഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ടെല്ലാം നമ്മുടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക, അവസാനത്തോട് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മുടെ ടെംപ്ലേറ്റ് ഉണ്ടല്ലോ നമ്മളത് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിക്കണം, അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു സ്ക്രീൻഷോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുക, അതാകുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. അതേപോലെ തന്നെ അടിയത്തെയും ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ കാണാൻ കുറച്ച് ക്ലാരിറ്റി ഉണ്ടാവും, നമ്മുടെ ഈ ഒരു ടെംപ്ലേറ്റ് കാണാൻ കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. കാരണം ഒന്നാമത് നമ്മളത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്, ഇനി അതിനൊരു ക്ലാരിറ്റി കുറവ് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ക്ലിക്ക് ചെയ്യാം. സോ ഇതെല്ലാം കൂടി സെലക്ട് ചെയ്യാം. നമ്മുടെ ആ ഒരു വീഡിയോ വരെ മാത്രം മതി കേട്ടോ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം, ഈ ഒരു മാസ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. സോ ഇത് നമുക്ക് ഒരു ഫ്രെയിമിലായിട്ട് കിട്ടിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു ഫ്ലിപ്പ് ലെയറും കൂടി ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. സോ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ജസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫ്ലിപ്പ് ലെയറും കൂടി ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. സോ എഫക്റ്റ് സെലക്ട് ചെയ്യാം, ആഡ് എഫക്റ്റ് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ഇതിലോട്ട് 3Dയിൽ പോയാൽ നിങ്ങൾക്ക് ഫ്ലിപ്പ് ലെയർ കാണാം. ജസ്റ്റ് ഇതിലോട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് കൂടി ആഡ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ആംഗിൾ ഒന്ന് 3 or 4 അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. നിങ്ങൾക്ക് എത്ര മൂവ്മെൻറ്റ്സ് ആണോ വേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കരുതിയിട്ട് അതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.7 3.5 ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആക്സിസ് ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് 2 കീ ഫ്രെയിംസ് ആഡ് ചെയ്യണം. സോ സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം, എൻഡിങ്ങിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. അതിനുശേഷം എൻഡിങ് ജസ്റ്റ് ഒരു 360 ഡിഗ്രിയിൽ ജസ്റ്റ് ഒന്ന് എൻഡിങ് 360 ഡിഗ്രി ആക്കി കൊടുക്കുക. ഓക്കെ, സോ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഗ്രാഫൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ജസ്റ്റ് വിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ആ ഒരു ഫ്ലിപ്പ് ലെയറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്, ഒരു 3D മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. അതിനാണ് ഈ ഒരു ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്തിട്ടുള്ളത്.
കാരണം ആ ഒരു ഫ്ലിപ്പ് ലെയർ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു 3D മൂവ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒരു എഫക്റ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. എഫക്റ്റ് അല്ല, ജസ്റ്റ് ഒരു ഷാഡോ ആഡ് ചെയ്യാനുണ്ട്. സോ ആ ഒരു നമ്മുടെ ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ബോർഡേഴ്സ് ആൻഡ് ഷാഡോയിൽ പോയിട്ട് നമ്മളൊരു ഷാഡോ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അതിൻ്റെ സൈസ് എല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പൊസിഷനിൽ വന്നിട്ട് 0 ആക്കി കൊടുക്കുക, നമ്മുടെ എക്സും വൈയും 0 ആക്കി കൊടുക്കുക. ഓക്കെ, സോ കാണാനൊരു വൃത്തി ഉണ്ടാവും. സോ നമ്മുടെ ഈ ഒരു കാര്യം, അതായത് ഈ ഒരു തീം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലും ആണെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. സോ ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം, എന്നാലും എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഞാൻ ജസ്റ്റ് നമ്മുടെ ഈ ഒരു വീഡിയോ തന്നെ ആഡ് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഒന്ന് ബ്ലർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടെ. സോ ഈ ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ടു. അതിനുശേഷം ഫിൽ സ്ക്രീൻ ചെയ്തു. എന്നിട്ട് ജസ്റ്റ് ഒരു ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്തു, മിറർ ഓപ്ഷൻ എനേബിൾ ചെയ്തു. അതിനുശേഷം ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്തു. ഓക്കെ, സോ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി വൃത്തിയായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എൻ്റെ ക്രിയേറ്റിവിറ്റിയിൽ തോന്നിയൊരു കാര്യമാണ്. ഇതേപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയിൽ ഓരോ കാര്യങ്ങളുണ്ടാവും, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ, സോ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇത്ര ഉള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മടിയന്മാർക്കായിട്ട് ഈ ഒരു ഫയലിൻ്റെ XML ഫയൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മടിയന്മാർക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ മടിയന്മാർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. ഓക്കെ, എല്ലാവരും മടിയന്മാരായിട്ട് തുടങ്ങിയിട്ടുണ്ട് XML ഫയലെല്ലാം യൂസ് ചെയ്തിട്ട്. ഇനി ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക, എത്രേ ഉള്ളൂ. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. വി ക്യാൻ സീ നെക്സ്റ്റ് ടൈം. ബൈ.